أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, കൊണ്ടോട്ടിയുടെ ഹൃദയഭാഗത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ ഇവിടെ ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട സത്യാന്വേഷികളായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രസ്ഥാനത്തിൻ്റെ
ആദർശത്തെ സംബന്ധിച്ച് കേൾക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളോടെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹൃദയരെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശദീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അതോടൊപ്പം ഈ പ്രഭാഷണത്തിലെ ഏതെങ്കിലും മേഖലകൾ അടുത്ത തങ്ങളുടെ പ്രഭാഷണത്തിൽ ദുർവ്യാഖ്യാനിക്കാൻ കിട്ടിയാലോ എന്ന നിലയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. നമുക്കറിയാം, സമകാലീന കേരളത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ അവസ്ഥകൾ. സമകാലിക കേരളം മാത്രമല്ല, ലോകത്തിന്റെ അഷ്ടഭാഗങ്ങളുടെ മനുഷ്യ സമൂഹത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അധർമ്മങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ സ്വർഗത്തിന്റെ വഴിത്താരകളിലേക്ക് കൈപിടിച്ചു കയറ്റുക എന്ന മഹത്തായ ലക്ഷ്യമായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ലക്ഷ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശ് ഗോത്രത്തിൽ ഭൂജാതനാവുകയും അനാഥനായി വളർന്ന് ധാരാളം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ കുട്ടിക്കാലം മുതൽ പരിപക്വതയുടെ പ്രായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലമീൻ എന്ന് പുകഴ്ക്കൊണ്ടുകൊണ്ട് മക്കയിൽ ജീവിച്ചു. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലെ മുഴുവൻ ജന സമൂഹത്തോടും ഏകദൈവാരാധനയുടെ പ്രാധാന്യവും അതിലൂടെ മാത്രമേ പരലോകമോക്ഷം സാധ്യമാവുകയുള്ളൂ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കൊക്കെ മാതൃകയായി തീരേണ്ട പ്രവാചകൻ. പ്രവാചകന്മാരിൽ അന്തിമനാണല്ലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്നും വസ്തുതാപരമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് എത്താൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങൾ, നരകത്തിൽ നിന്ന് മോചനം ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നതിന് സ്വഹാബത്ത് സാക്ഷ്യം വഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരാശയം, വയാ ഖൗമി മാലി അദഊകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. ജനങ്ങളെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്, വിമോചനത്തിലേക്കാണ്. നമ്മളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച മനോഹരമായ പദം സാൽവേഷൻ എന്ന പദമാണ്. ഇന്റർനാഷണൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മനോഹരമായി നാം തീർത്ത പവലിയനിന്റെ കവാടത്തിൽ ഒരു കറുത്ത ബോർഡിൽ നാം ഉല്ലേഖനം ചെയ്ത ഖുർആനിക വചനം കൂടിയായിരുന്നു എറണാകുളം സാൽവേഷനിൽ ഈ ഖുർആനിക വചനം. വയാ ഖൗമി, അല്ലയോ എന്റെ ജനങ്ങളെ, മാലി നിങ്ങൾക്ക് എന്തായി പോയി? മാലി അദ്ഊകും മിലൻ നജാത്ത്, ഞാൻ നിങ്ങളെ വ്യക്തമായ ഒരു ആശയത്തിലേക്ക്, ഒരു ആദർശത്തിലേക്ക്, ഒരു തത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സാൽവേഷനിലേക്കാണ്, വിമോചനത്തിലേക്കാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം എന്നാണ് ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 25-ാമത്തെ വചനത്തിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു.
മോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിന്റെ അഗാധതകളിൽ നിന്ന് മോചിതമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്നു പോകുന്നതിനെയാണ് സാൽവേഷൻ എന്നതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ അർത്ഥമാക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ ഇപ്പറഞ്ഞതിന്റെ ആശയം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളോ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? നിങ്ങൾ എന്നെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വഴിയായുള്ളത്. നരകത്തിലേക്ക് നയിക്കുന്ന വഴി പ്രവാചക തിരുമേനിയുടേതല്ല. കാരണം അത് വ്യക്തമാക്കുന്ന മറ്റൊരു ഖുർആനിക വചനം ഭുവന പ്രശസ്തമായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. പണ്ഡിത ലോകം മുഴുവനും പ്രവാചക തിരുമേനിയുടെ പ്രബോധനത്തിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്തും പ്രവാചക ദൗത്യത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് വൈജ്ഞാനിക തലങ്ങൾ താണ്ടിക്കടന്നു പോകുന്ന മനുഷ്യലോകത്തെ ആനയിച്ചിട്ടുണ്ട് ഈ ഖുർആനിക വചനം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് അനവധി നിയമങ്ങളും അനവധി കാര്യങ്ങളും ലോക ജനതയെ ഒന്നടങ്കം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഖുർആനിക അധ്യായമാണ് ഖുർആനിലെ 33-ാം അധ്യായമായ സൂറത്ത് അഹ്സാബ്. അഹ്സാബിലെ ഈ ഖുർആനിക വചനം 45-46 വചനങ്ങൾ. ആ വചനത്തിൽ പറയുന്നത്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ആശയം വളരെ വ്യക്തമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും പ്രാർത്ഥനാ നിർഭരമാകേണ്ട ഘട്ടമാണിത്. പരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ ഇസ്ലാമിക പ്രബോധകനും അഥവാ അല്ലാഹുവിലേക്ക് അദ്ദഅവതു ഇലല്ലാഹ് എന്ന മൗലിക തത്വത്തിലേക്ക് ക്ഷണിക്കുന്ന ലോകാടിസ്ഥാനത്തിൽ സലഫികൾ എന്ന് വിളിക്കപ്പെടുന്ന നാം ഓരോരുത്തരും വമ്പിച്ച പരീക്ഷണത്തിലാകുന്നു എന്നതിൽ നമുക്കാർക്കും എതിരഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് കാളകളെപ്പോലെ, പോർക്കാളകളെപ്പോലെ ഏതെങ്കിലും ഒരു ഭൂമിയിൽ വന്ന് ഏറ്റുമുട്ടുന്ന ഒരു പ്രതീതി നിങ്ങൾക്കാർക്കും ഇതിന്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പറയുകയാണ്. മറിച്ച് സത്യാസത്യങ്ങളെ വേർതിരിച്ചെടുത്ത് പ്രകാശപൂരിതമായ ഒരു പാതയിൽ തൗഹീദ് എന്താണ് തിരിയാത്തൊരവസ്ഥ ഇസ്ലാമിനുണ്ടോ? ഒരു കാര്യം എപ്പോഴാണ് ശിർക്കാവുക എന്ന് അറിയാത്ത ഒരവസ്ഥാവിശേഷം ഒരു മുവഹിദിന് ഉണ്ടാകാൻ പാടുണ്ടോ? വളരെ ഗൗരവമായ ആലോചന. അതുകൊണ്ടാണ് തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത ഒരു പാതയിൽ സുവ്യക്തതകളുടെ പടവുകളിൽ, മനോഹരമായ മലയാള ഭാഷ കൊണ്ട് ഞാനതിനെ അങ്ങനെ പൂരിപ്പിക്കട്ടെ, ധവളിമയാർന്ന ഒരിക്കലും അവ്യക്തതകളുടെ തരിമ്പും തെല്ലും സൂചിമുനമ്പ് പോലും അപ്രകാരം കടന്നു വന്നിട്ടില്ലാത്ത വിധം സുവ്യക്തമായ പടവുകളിൽ നിങ്ങളെ ഞാൻ വിട്ടേച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. എന്താണ് ഹറാം? ഹറാം എന്ന് പറഞ്ഞാൽ അതൊരു ലഘുവായ കാര്യമാണോ? അതല്ല. എന്താണ് ശിർക്ക്? ഇതൊന്നും അറിയാത്തവരായി, ഇരുട്ടിൽ തപ്പുന്നവരായി, പരസ്പരം തർക്കിച്ച് കാലം കഴിക്കേണ്ടവരായി നിങ്ങളെ വിട്ടേച്ചുകൊണ്ടല്ല ഞാൻ കടന്നു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവുണ്ടല്ലോ, അതിന്റെ കാളിമയാർന്ന രാവ് അല്ലെ, ഘോരമായ ഇരുട്ട്. ആ ഇരുട്ടുള്ള രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്. പകൽ എത്ര സുവ്യക്തമാണ്! പ്രകാശരശ്മികളെ കൊണ്ട് പ്രൗഢമായ പകല് പോലെ ഇതാ സുവ്യക്തമായി നിങ്ങൾക്ക് പകലിൽ നിലത്ത് വീണതെന്തും കാണാൻ കഴിയുന്നത് പോലെ സുവ്യക്തമായ ഒരു ആശയത്തിലും ആദർശത്തിലുമാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോയത്. അതിന് കാരണമുണ്ട്. ആ ഖുർആനിക വചനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വചനങ്ങൾ. ഇവിടെ പറയുന്നത്, യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ആയത്തിന്റെ അർത്ഥം ശരിക്കും കേട്ടോളൂ. ഓ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചത് സാക്ഷിയാകാനാണ്, മാതൃകയാകാനാണ്. എല്ലാ കാര്യങ്ങളിലും അങ്ങ് തൗഹീദിൽ മാതൃകയാണ്, അങ്ങ് ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിൽ മാതൃകയാണ്, അങ്ങ് ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മാതൃകയാണ്, അങ്ങ് സുന്നത്തിന്റെ സംസ്ഥാപനത്തിൽ മാതൃകയാണ്. ധർമാധർമ്മങ്ങളുടെ കാര്യത്തിൽ, നീതിന്യായങ്ങളുടെ കാര്യത്തിൽ, സത്യസന്ധതയുടെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ, അതിലിന്റെ കാര്യത്തിൽ ലോകത്ത് അങ്ങയെ വെല്ലാൻ ഒരാളില്ല. അദ്വിതം ജീവിതത്തിന്റെ A to Z മനോഹരമായി പറഞ്ഞാൽ ആപാദ ചൂട മേഖലകളിൽ, ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത്, സ്വഭാവരംഗത്ത്, സംസ്കാര രംഗത്ത്,
വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ, സാമ്പത്തിക, ദാമ്പത്തിക ഇടപാടുകളിലെല്ലാം ജീവിതത്തിന്റെ സകല മേഖലകളിലും സമ്യക്കായ ഒരു മാർഗദർശനത്തെ അനുകരണീയമായ മാതൃക കൊണ്ട് പൂരിപ്പിച്ച വിശ്വോത്തര നേതാക്കന്മാരിൽ നമ്പർ 1 ആണങ്ങ്. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ചരിത്രം അതിനെ വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവാചക തിരുമേനി. എന്നിട്ട് ഖുർആൻ രണ്ടാമത് പറഞ്ഞു 39-ാം അധ്യായം 45-46 വചനങ്ങളെ വ്യക്തമായി കേട്ട് സുവ്യക്തമായി പഠിച്ച് നെഞ്ചകത്തേറ്റി ആരതിന്റെ കൂടെ ഉണ്ടായിരുന്നാലും ആരില്ലെങ്കിലും ആ വചനസാഗരങ്ങളെ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ പോലെ, അബ്ദുല്ലാഹിബ്നു സുബൈറിനെ പോലെ, അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ പോലെ നെഞ്ചിലേറ്റി ജീവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള സ്വഹാബത്തിനെ അനുധാവനം ചെയ്യേണ്ടവർ നമ്മളാകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണത്തിന്റെ ആപാദ ചൂടമേഖലകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അങ്ങ് ആരാണ്? അങ്ങ് നദീറാണ്, അങ്ങ് ബഷീറാണ്. എന്താണ് ബഷീർ? എന്താണ് ഇൻതാറും തബശീർ? അതായത് സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. ആകാശഭൂമികളുടെ വിശാലതയുള്ള, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു നെഞ്ചകവും വിഭാവനം ചെയ്തിട്ടില്ലാത്ത പ്രവിശാലമായ സ്വർഗം. അഥവാ സ്വർഗത്തിലെ ഒരു മമ്മട്ടി ചാരി വെക്കാനുള്ള പ്രദേശത്തെ കുറിച്ച് പോലുമുള്ള വർണ്ണന. ലോകത്തിലെ ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ ഒരു രാജാവ് താമസിക്കുന്ന ഭവനം, കൊട്ടാരം, ആ കൊട്ടാരത്തെക്കാൾ മേന്മയേറിയ ഒരു മമ്മട്ടി ചാരി വെക്കാൻ, ഒരു കൈക്കോട്ടി ചാരി വെക്കാൻ, ഒരു കോടാലി ചാരി വെക്കാനുള്ള പ്രദേശം അത്ര ഉന്നതമാണ് എന്ന് ജീവിതത്തിൽ കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുമൊഴികളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട് എന്നറിയണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത, നരകത്തെ കുറിച്ചുള്ള താക്കീത്. നരകമുണ്ട്. ഫഅൻദർതുകും നാറൻ തലല്ലാ. ആ താക്കീതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ മെഹ്റാബിൽ ബോധരഹിതനായി വീഴാൻ പ്രേരിപ്പിച്ച അടിസ്ഥാനപരമായ ഘടകം. വിശുദ്ധ ഖുർആനിലെ 91-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ മസലി വമസലുകും കമസലി റജുലിൻ ഔഖദ നാറ. എന്റെ ഉദാഹരണം നിങ്ങളും ഞാനും തമ്മിൽ ഉപമിക്കാവുന്നത് ഒരു തീ കത്തിച്ച മനുഷ്യനോടാണ്. ആ തീയിലേക്ക് ഇതുപോലെ കൊച്ചു പ്രാണികൾ, വണ്ടുകൾ അതിലേക്ക് പാറി വരുന്നു. അയാൾ ആ തീ ജ്വാലകൾ ആ പ്രാണികളെ നക്കിത്തുടക്കാതിരിക്കാൻ ആ പ്രാണികളെ തടുത്തു നിർത്തുന്നു. സ്നേഹമാണ്, കാരുണ്യമാണ്, ദയയാണ്, ആർദ്രതയാണ്, അനുകമ്പയാണ്. ഇതാണ് ആ പ്രവാചകൻ. തീർന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിങ്ങൾ നരകത്തിലേക്ക് ചാടാൻ കൊതിക്കുന്നു. ഞാൻ നിങ്ങളുടെ അരക്കെട്ട് ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്. പക്ഷെ നിങ്ങളോ എന്റെ കൈതട്ടി നരകത്തിലേക്ക് ചാടാനുള്ള വ്യഗ്രത കാണിക്കുകയാണ്. അപ്പൊ നരകവും സ്വർഗവും വളരെ പ്രധാനമാണ്. നരകത്തിലെത്തരുത്, സ്വർഗത്തിലെത്തുകയും വേണം. അതാണ് ആ സ്വർഗത്തിന്റെ വക്കിലെത്താത്തരായി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തന്നെയില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. അത് കണ്ട് ഭാര്യ കരഞ്ഞുവല്ലോ. ഞാൻ മുൻ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. എങ്കിലും ആളുകൾക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുകയാണ്. ആ സ്വഹാബി കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ താടിലോമങ്ങളിൽ നിന്ന് കണ്ണുനീർ ഊർന്നിറങ്ങി, ചാലിട്ടിറങ്ങി, ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ അത് നനച്ചു. ഭാര്യയുടെ മടിത്തട്ടിനെ കണ്ണുനീർ കൊണ്ട് അലങ്കരിച്ചു. ഭാര്യ കരഞ്ഞു. അപ്പൊ ചോദിച്ചു, നീ എന്തിനാടി കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞത് എന്തിനാണ്? നീ എന്തിനാ കരഞ്ഞത്? നിങ്ങൾ കരഞ്ഞത് കൊണ്ടാണ്. എന്റെ പ്രിയതമനാണ് അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ സ്നേഹവതിയായ എന്റെ കണ്ണും നിറഞ്ഞു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാ കരഞ്ഞത്. അങ്ങ് കരഞ്ഞത് കൊണ്ടാ കരഞ്ഞത്. മഹാനായ സ്വാമി പറയണ, ഞാൻ കരഞ്ഞത് എന്തിനാന്ന് നിനക്കറിയൂ? ഞാൻ കരഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനത്തെ ഓർത്തിട്ടാണ്. അതെ, ഖുർആനിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനം. എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോട്, എന്റെ പ്രസംഗം കേൾക്കാൻ വല്ല അമുസ്ലിം സഹോദരങ്ങളും ഉണ്ടെങ്കിൽ അവരോട് എല്ലാവർക്കും എനിക്ക് പറയാം, എന്താ ഈ ഖുർആനിക വചനം? 19-ാം അധ്യായം 71-ാമത്തെ വചനം എന്താണ്? അത് ഇതാണ്. അതേതാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനമായ കാര്യം, ലോകത്തിന്റെ ഷതിക്കുകളിൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, ലോകത്ത് മറ്റു വല്ല സംവിധാനങ്ങളിലൂടെയും ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നാം എല്ലാവരും ആലോചിക്കുക, ഈ ഖുർആനിക വചനം നിങ്ങളിൽ ഒരാളും തന്നെയില്ല.
ഈ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്, ആ നരകത്തിന്റെ വക്കിലൂടെ കടന്നു പോകാതെ ഒരു പ്രവാചകനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു അമ്പിയായും ഒരു ഔലിയാക്കൾക്കും ഒരു മഹാന്മാർക്കും ഒരു സ്വാലിഹീങ്ങൾക്കും ഒരു രക്തസാക്ഷിക്ക് പോലും ആ സ്വർഗത്തിലെത്തണമോ നരകത്തിന്റെ കവാടങ്ങൾ കടന്നു പോകണം. അവിടെ എന്റെ സ്ഥിതി എന്താകും? ഈ ഓർമ്മകളാണ് സ്വഹാബത്തിനെ നയിച്ചത്. നരകം, ആ നരകത്തിന്റെ ഭയാനകത. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ, ഒരു പ്രജയിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞല്ലോ, എനിക്ക് ധരിക്കാൻ ഡ്രസ്സില്ല ഉമറേ, അതുകൊണ്ട് അങ്ങ് അമീറുൽ മുഅ്മിനീനാണ്, ഞങ്ങളുടെ നേതാവാണ്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് താങ്കൾ എനിക്ക് അങ്ങയുടെ ഡ്രസ്സിൽ നിന്ന് തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ തന്നില്ലെങ്കിലോ? ഞാൻ തന്നില്ല, നീ എന്താ ചെയ്യുക? ഞാൻ തന്നില്ല എങ്കിൽ നീ എന്താ ചെയ്യുക? നീ ചോദിച്ച ഡ്രസ്സ് ഞാൻ നിനക്ക് തന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ് ഉമറേ? അങ്ങ് ധീരനായ ഒരു ഭരണാധികാരിയും അരോഗദടഗാത്രനും ധൈര്യശാലിയും ഒക്കെയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? പക്ഷേ ഒരു കാര്യമുണ്ട് ഉമറേ, ഈ സദസ്സിലെ മുഴുവൻ ആളുകളും ഓർക്കണം. ഫസാദുകൾക്ക് തുടക്കം കുറിച്ചവരും ചുക്കാൻ പിടിച്ചവരും എല്ലാം ഓർത്തുകൊള്ളുക. ജീവിതത്തിൽ പടച്ചതമ്പുരാനെ മറന്നവരും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ മറന്നുപോയവരും എല്ലാവരും ഈ വാക്ക് ഓർക്കണം ഉമറേ. പക്ഷേ നാളെ മഹ്ശറയിൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും നയിക്കുമ്പോ ഞാൻ അവിടെ പറഞ്ഞുകൊള്ളും ഉമറേ, പടച്ചതമ്പുരാന്റെ സന്നിധാനത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളും ഉമറേ എന്ന് കേൾക്കേണ്ട താമസം കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് ആ സാധാരണക്കാരന്റെ നേരെ നീട്ടിയിട്ട് ഉമർ പറഞ്ഞു, നിന്റെ കവിതയുടെ മനോഹാരിത കൊണ്ടല്ല, ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ നിനക്കത് തന്നത് എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മരണാനന്തര ജീവിതത്തിലെ ബോധം. നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ കരച്ചിൽ, ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കരച്ചിൽ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭയപ്പാട്, മുനാഫിക്കായി പോകുമോ എന്ന ഹുദൈഫത്തുൽ യമാനിയോട് ആവർത്തിച്ച് ചോദിച്ച ഉമറിന്റെ ഭയപ്പാട്, നാളെ മഹ്ശറയിൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന നമ്മുടെ തീരുമാനം. അവിടെയാണ് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിങ്ങളോട്, ഈ നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളോട്, അവരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. പരസ്പരം കൊത്തിവലിച്ചും കീറിമുറിച്ചും കാലം കഴിച്ചു കൂട്ടിയാൽ അനവധി പ്രശ്നങ്ങൾ നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്കുണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മോശക്കാരനായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ, ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നിടത്തേക്ക് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലരും കടന്നു പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം. വ്യക്തിപരമായി എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ആ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കും. സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം സുന്ന എന്ന് വിളിക്കപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നിടത്ത് പടച്ചതമ്പുരാനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മതയെ കുറിച്ച് പറയുന്നിടത്ത്, ഓരോ ഹദീസുകളും അദ്ദേഹം സ്വീകരിക്കുന്നിടത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സൂക്ഷ്മത എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് എഴുതുന്നതിന് മുമ്പ് ആ ഹദീസിൽ പറഞ്ഞ കാര്യം അമലാക്കിയിട്ടല്ലാതെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹദീസുകൾ എഴുതിയിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു. എങ്ങനെ? ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു അദ്ദേഹം, അതിന്റെ ഉള്ളടക്കം അമലാക്കിയതിന് ശേഷമല്ലാതെ, ജീവിതത്തിൽ മാക്സിമം അങ്ങനെ ചെയ്തിട്ടല്ലാതെ ഹദീസുകൾ സ്വീകരിക്കാത്ത ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നത് സൽസബീലിൽ നമ്മുടെ ഇന്നത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിത കേസരി ഉമരി സാഹിബ് എഴുതിയ ലേഖനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വായിക്കണം. പൊടിതട്ടി ആധുനിക മുജാഹിദുകളിലെ പല ആളുകളും, പ്രബോധകർ, പ്രാസംഗികർ, വലിയ വലിയ പണ്ഡിതന്മാർ വായിക്കണം. മഹാനായ കെ ഉമർ മൗലവി സാഹിബിന്റെ സൽസബീലിലെ ഇന്നത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിത കേസരി ഉമരി സാഹിബിന്റെ ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് ആ തലക്കെട്ട് തന്നെ. എന്റെ കയ്യിലുണ്ട് അത്. വായിക്കേണ്ട പ്രസക്തമായ ഭാഗങ്ങൾ. 2 ലേഖന ലക്കങ്ങളിലായി മഹാനായ ഉമരി സാഹിബ്, ഇന്നത്തെ നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗാതുരമായ അവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ഈ സമൂഹത്തെ നയിക്കാനുള്ള പണ്ഡിത ധർമ്മവും കഴിവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമാണോ
അതല്ല. പടച്ചതമ്പുരാന്റെ കലാമാണോ, സൃഷ്ടിയാണോ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? ഖൽഖുൽ ഖുർആൻ എന്നാണോ പറയേണ്ടത്? അല്ലെങ്കിൽ കലാമുല്ലാ, അള്ളാഹുവിന്റെ കലാം എന്നാണോ പറയേണ്ടത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉറച്ചു നിന്നു, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ധാരാളം പണ്ഡിതന്മാരുണ്ടായി കൂടെ. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ ഒരാളുമില്ലാത്ത അവസ്ഥ സംജാതമായി. കാരണം എന്തായിരുന്നു? പരിശോധിക്കപ്പെടണം, പഠിക്കണം. വളർന്നു വരുന്ന പുതിയ പ്രബോധകരോട്, ഇത് കേൾക്കുന്നവരോട്, ഇതിന്റെ ക്ലിപ്പിങ്ങുകളുമായി പിന്നീട് എന്നെ ഫോൺ വിളിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഓർക്കണം, നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ലോകത്ത് പ്രശ്നങ്ങളില്ലേ, ആഗോള പ്രശ്നങ്ങളില്ലേ, പ്രതിസന്ധികളില്ലേ? ഉണ്ട്. പക്ഷെ ഒരു വിവാദം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, അത് പ്രമാണങ്ങൾക്കെതിരാകുമ്പോൾ, നാളിതുവരെ സലഫുകൾ സ്വീകരിച്ച ലൈനിനെതിരാകുമ്പോൾ, അത് ചർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിൽ, അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അത് ചർച്ച ചെയ്യും. ആ കാലഘട്ടത്തിൽ അവർ അതിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ അതുണ്ടായി, ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ അതുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. ഇശാ നമസ്കാരത്തിന് ശേഷം സഹോദരങ്ങളെ, ഒരു ഇഷ്യൂ ഉണ്ടായാൽ, നിങ്ങൾക്കറിയാം, മുടി വിവാദമുണ്ടായി, നമ്മളെല്ലാവരും സടകുടഞ്ഞേറ്റു. ജമാഅത്തെ ഇസ്ലാമി പ്രതികരിച്ചില്ലേ? അബ്ദുള്ള പ്രതികരിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ സമസ്തക്കാർ ആ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞില്ലേ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആ വിഷയത്തിൽ പറഞ്ഞില്ലേ? ഇവിടുത്തെ CPM-ന്റെ സമുന്നതനായ സെക്രട്ടറിമാര് പോലും അതിനെ പ്രതികരിച്ചില്ലേ? നമ്മൾ പ്രതികരിച്ചില്ലേ? മടവൂർ വിഭാഗം പ്രതികരിച്ചില്ലേ? ഇവിടെ പല കാലങ്ങളിൽ പല വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് പടച്ചതമ്പുരാന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുമാകുമ്പോൾ അതിൽ ചർച്ചയുണ്ടോ? നോക്കൂ, ഇവിടെ പലപ്പോഴും കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ അവർ പറയുന്നു ആഗോള പ്രശ്നങ്ങൾ ഇവിടെ പല രൂപത്തിലും, ആഗോള പ്രശ്നങ്ങളും പലതും ഇവിടെ ഉണ്ടാകുമ്പോൾ ജിന്ന് ഉണ്ടോ ഇല്ലേ എന്നൊരു വിഭാഗം ഇവിടെ ചർച്ച ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്, ക്ലിപ്പിംഗ് സഹിതം തന്നെ. അവരുടെയൊക്കെ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ട് ഈ വിഷയത്തിന്റെ മർമ്മഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മതം വളരെ പ്രധാനമാണ്, വിശുദ്ധ ഖുർആൻ അതിന് പ്രധാനമാണ്. എന്ത് ഖുർആൻ, എന്ത് സുന്നത്ത് എന്ന് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഞങ്ങൾ സെലഫികൾ എന്ന് പറയുന്ന ചില ആളുകൾ ചോദിച്ചു. നിങ്ങൾ അറിയണമത്, ചില ജില്ലാ സാരഥികൾ പോലും എന്ത് ഖുർആൻ, എന്ത് സുന്നത്ത്, സംഘടനയല്ലേ പറയുന്നത് എന്നുവരെ അപകടകരമായ വാദങ്ങൾ. ചെറിയ പ്രശ്നങ്ങളല്ല ഇവിടെയുള്ളത്, ചെറിയ പ്രശ്നങ്ങളല്ല ഇവിടെയുള്ളത്. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പരസ്പരം തമ്മിലടിക്കുന്നു എന്നിവിടെ ആളുകൾ പറയുന്നത്? എന്തേ ജമാഅത്തെ ഇസ്ലാമിയിൽ ഇതില്ലാത്തത്? അതിന് കാരണം മതപരമായ ചർച്ച അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അവിടെ ആരെന്ത് പറഞ്ഞാലും അത് ഓക്കെയാണ്. ആർക്കും താടി പഠിക്കാം, ഓക്കെ, താടി വെക്കാം, ഓക്കെ, നെഞ്ഞത്ത് കൈകെട്ടാം, ഓക്കെ, കെട്ടണ്ട, ഓക്കെ. മതപരമായ അഭിപ്രായ ഭിന്നതല്ല. പിന്നെ എങ്ങനെ അവിടെ ചർച്ചയുണ്ടാവും? പരലോകവുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ ഉണ്ടോ? അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. നരകസ്വർഗങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ ഉണ്ടോ? അതുകൊണ്ട് അവർക്ക് ചർച്ചയില്ല, ഭിന്നിപ്പില്ല. നേരെ മറിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ ചെറുവണം ചെയ്ത് എഴുതി എത്ര ഗ്യാലൻ കണക്കിന് മഷികളാണ് തീർത്തു പോയിട്ടുള്ളത്. ഇവിടെ പല ആളുകളും രാഷ്ട്രീയ മുസ്ലിം സംഘടനകൾ അവർക്ക് അവരുടേതായ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും എതിർക്കാൻ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയല്ല മുജാഹിദ് പ്രസ്ഥാനം. പ്രമാണം ഞങ്ങൾക്ക് മനസ്സിലായി, ഖുർആനും സുന്നത്തും ഞങ്ങൾക്ക് മനസ്സിലായി, സച്ചരിതങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതനുസരിച്ച് ജീവിച്ചാലേ രക്ഷപ്പെടൂ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. അതിലേക്ക് ക്ഷണിക്കലാണ് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന പ്രവാചകന്റെ വചനം ഞങ്ങൾ ഉൾക്കൊണ്ടു. അതുകൊണ്ട് പണ്ഡിത ധർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രൂപീകരിച്ച സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പണ്ഡിതന്മാരെ എതിർക്കാനുണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ലക്ഷ്യമുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ശിർക്കിനെ എതിർക്കാനല്ലേ അവര്, മുസ്ലിം സമൂഹത്തിലെ ബിദ്അത്തിനെ എതിർക്കാനല്ലേ അവര്. ബിദ്അത്ത് ചെയ്യല്ലേ, ശിർക്ക് ചെയ്യല്ലേ, ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞ സലഫുകളെ എതിർക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. പിന്നീട് ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി. പലരും ഉണ്ടായത് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ചാണ്. ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ മടവൂർ വിഭാഗമായി പിരിഞ്ഞു. ശേഷം 10-12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞു. ഇപ്പോഴും ഇതിൽ പ്രശ്നങ്ങളുണ്ട്. ആരുടെ മുമ്പിൽ ഞങ്ങൾ മൂടി വെക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടുകാര്യമല്ല, എന്റെ വ്യക്തി കാര്യമല്ല, എന്റെ സ്ഥാപനത്തിന്റെ കാര്യമല്ല, എന്റെ വാഹനത്തിന്റെ കാര്യമല്ല, അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു പ്രശ്നമല്ല, ഇവിടെ വേറെ ആരുടെയെങ്കിലും ഒരു പ്രശ്നമല്ല. മറിച്ച് ഇതൊരു ആദർശ
പ്രസ്ഥാനമാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല എന്ന കൃത്യമായ ബോധ്യമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയും നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇശാ നമസ്കാരം തുടങ്ങാറായി, നമ്മൾ അതിനു വേണ്ടി പിരിയുകയാണ്. ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള വിശദമായ അന്വേഷണങ്ങളിലും വസ്തുതാപരമായ വിവരണങ്ങളിലേക്കുമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വൈകാരിക തലങ്ങൾക്കപ്പുറത്ത് വിചാരപരമായി കാര്യങ്ങളെ സമീപിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കക്ഷിത്വത്തിന് അതീതമായി കാര്യങ്ങളെ നിങ്ങൾ പഠിക്കണം. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ കഴിഞ്ഞ 12 വർഷമായി ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ മുജാഹിദ് പ്രസ്ഥാനത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പേരിൽ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് മുജാഹിദുകൾ യഥാർത്ഥത്തിൽ പറയുന്നത്? എന്താണ് അത് പഠിക്കാൻ ആരും തയ്യാറല്ല. എന്തുകൊണ്ടാണ് മടവൂർ വിഭാഗം നമ്മളെ ജിന്നൂരികൾ എന്ന് വിളിച്ചത്? ജിന്നിൽ വിശ്വസിച്ചാൽ ഒരു വിഭാഗത്തെ ജിന്നൂരികൾ എന്ന് വിളിക്കാം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ മലക്കിൽ വിശ്വസിക്കുന്നവരെ മലക്കൂരികൾ എന്ന് വിളിക്കാലോ. സഹോദരങ്ങളെ, ജിന്നിന്റെ കൂടെ തന്നെ നമ്മൾ എണ്ണി പറയുന്ന ഒന്നാണ് മലക്കുകൾ. ആ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മലക്കൂരിയാവോ? ആ മലക്കിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ, മനുഷ്യരുടെ ജീവിതത്തിൽ അത് ഇടപെടുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ജിന്നൂരിയാവോ മലക്കൂരിയാവോ? മുജാഹിദുകളെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് പരിഹസിക്കുന്നത്? അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുന്നു, നവ യാഥാസ്ഥികർ എന്ന് നിങ്ങൾ വിളിക്കുന്നു. ഞാനിത് പറയുമ്പോൾ വളരെ ഗൗരവമായി ഓർക്കുന്ന ചരിത്രത്തിലെ ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടുത്തെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം കേരളം ഇളക്കി മറിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിന്റെ തലക്കെട്ട് എന്തായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ എന്നതായിരുന്നു. ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യമാണ് ഞാൻ പറഞ്ഞത്. അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ. അന്ന് എല്ലാ പ്രസിദ്ധീകരണങ്ങളും അവരുടെ ഈ പോരാട്ടത്തെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ എഴുതി. അന്ന് അവർ അന്ധവിശ്വാസം എന്ന് വിളിച്ചത് എന്തിനെയാണ്? പടച്ചോനുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെ അന്ധവിശ്വാസമായി അവർ അവതരിപ്പിച്ചു. മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ മയക്കുമരുന്നാണ്, മതം കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്നാണത് എന്നവരെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, വിചിന്തനത്തിൽ അതുപോലെ ശബാബിൽ ഒക്കെ ലേഖനം വന്നു. എന്താ ലേഖനം? എന്താണ് അന്ധവിശ്വാസം, എന്ത് അന്ധവിശ്വാസമല്ല? ഞാൻ ചോദിക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനം എന്ത് അന്ധവിശ്വാസം പറയുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സിഹറുണ്ട് എന്ന് പറഞ്ഞാൽ, അത് ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണെങ്കിൽ അതിന്റെ പ്രചാരകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, സ്വഹാബികളാണ്. ജിന്ന് ബാധയുണ്ട് എന്നതാണ് അന്ധവിശ്വാസമെങ്കിൽ ആ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, സ്വഹാബികളാണ്, താബിഈകളാണ്. കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ KM മൗലവിയാണ്, അദ്ദേഹത്തിന്റെ ഫത്വ പ്രസിദ്ധീകരിച്ച യുവതയാണ്. KP മുഹമ്മദ് മൗലവിയും അതുപോലെ അമാന മൗലവി റഹ്മത്തുള്ളാഹിയൊക്കെ ഇത് വിശ്വസിച്ച ആളുകളാണ്. ജിന്ന് ബാധയുണ്ട്, സിഹിർ ബാധയുണ്ട് എന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്ന എല്ലാ സംഘടനകളുടെ നേതാക്കന്മാരും ആഗോള വിഷയങ്ങൾ നടക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോ, ഇപ്പൊ നമുക്കറിയാം ഇസ്രയേൽ ഈജിപ്തിന് നേരെ, ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന് നേരെ ബോംബുകളും അതുപോലെയുള്ള യുദ്ധോപകരണങ്ങളും വർഷിച്ച് പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളുടെ ദീനരോധനങ്ങളും മനുഷ്യമക്കളുടെ കർണപുടങ്ങളിൽ അടിച്ചു കയറുന്നത് എന്ന് നിലയും തുടങ്ങിയതല്ലേ? ലബനാനിലും ചെച്ചനയിലും കോസറോവയിലും അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിലും പാകിസ്ഥാന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ
ബോംബെയും ഭീവണ്ടിയും ജാംഷഡ്പൂരും തുടങ്ങി കൊണാട്ട് പ്ലേസും അതുപോലെ തന്നെ മൊറാബാദും തുടങ്ങി അനവധി പ്രശ്നങ്ങൾ ലോക ചരിത്രത്തിൽ പലതുമായി പല കാലങ്ങളിലും നടന്നുപോയിട്ടുണ്ട്, ഇന്നുമുണ്ട്. അതൊന്നും മുജാഹിദുകൾക്ക് ചർച്ചയല്ല. മുജാഹിദുകൾക്ക് ജിന്നൊരു ചർച്ചയാണ്. ആഗോള വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചർച്ച ചെയ്യുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മുടിയുടയോൻ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ജാലിയൻവാല എന്ന് പറയുന്ന ഏതോ ഒരു അന്ധവിശ്വാസിയുടെ, ഏതോ ഒരു ബോംബെയിലെ ഭ്രാന്തൻ എവിടെയോ കൊണ്ടുവന്ന മുടി, അത് വാങ്ങിക്കൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യരെ റസൂലുള്ളാഹിന്റെ തിരുകേശം എന്ന് പറഞ്ഞ് പറ്റിച്ച മുടിയുടയോൻ, അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ആദ്യമായി ഒന്ന് കേൾക്കുക. ആഗോളടിസ്ഥാനത്തിൽ ഇപ്പം മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് മുസ്ലിം സമുദായം എന്താണ് ഈ വെല്ലുവിളികളെ നേരിടാൻ വഴി എന്ന് ചിന്തിക്കുമ്പോൾ ഇവർക്കിവിടെ എന്താ ജിന്നുണ്ടോ ഇല്ലേ? ജിന്നുണ്ടോ ഇല്ലേ? ആഗോള മുസ്ലിങ്ങളുടെ പ്രതിസന്ധികൾ നടക്കുമ്പോൾ നമ്മുടെ ചർച്ച അതാണ്. ജമാഅത്തെ ഇസ്ലാമി പറയാറുണ്ടായിരുന്നു, അന്താരാഷ്ട്ര ബഡായികൾ പറയുന്നതിനിടയിൽ ഇവർക്ക് ശ്മശാന വിപ്ലവമാണ് എന്നൊക്കെ ഏത് കാലഘട്ടത്തിലും എല്ലാരും നമ്മളെ പറഞ്ഞിട്ടുണ്ട്. ജിന്നുണ്ടോ ഇല്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം? എന്താ സമസ്തയുടെ അഭിപ്രായം? ജിന്നിനെ ഇന്നെന്ന ദിവസങ്ങളിൽ ഇന്നെന്ന ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന കുബൂരി പണ്ഡിത, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജിന്നുബാധയേറ്റ മനുഷ്യരെ ശിർക്കിന്റെ വിശ്വാസത്തിലേക്ക് നയിച്ച്, ദർഗകളിലേക്ക് നയിച്ച് വഞ്ചിക്കുന്ന പുരോഹിത, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? സമസ്തയില്ലെങ്കിൽ ദർഗയില്ല, ദർഗയില്ലെങ്കിൽ സമസ്തയില്ല. അങ്ങനെയുള്ള സയാമീസ് ഇരട്ടകളെ പോലെ ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആധുനിക മുദ്രാവാക്യം നിങ്ങളെ കുറിച്ചല്ലേ? നിങ്ങളെ കുറിച്ചല്ലേ ആ ചർച്ച? എന്നിട്ട് നിങ്ങൾ മാത്രമാണോ? അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇവിടെ ജാലിയൻവാല കൊണ്ടുവന്ന ഏതോ ഒരു പെണ്ണിന്റെ മുടി അത് വിറ്റ് കായുണ്ടാക്കിയപ്പോ അതിന് ലക്ഷങ്ങളെ അണിനിരത്തിയപ്പോ മർക്കസു സഖാഫത്ത് സുന്നിയുടെ മുമ്പിൽ ആളുകൾ ക്യൂ നിന്ന് ഹൈവേ പോലും ബ്ലോക്കായി തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുമോ എന്ന് പത്രങ്ങൾ എഴുതിയത് അന്ന് ആഗോള പ്രശ്നങ്ങളില്ലേ? ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 പാലക്കാട് കോട്ട മൈതാനിയിൽ ചതുർദിന സമ്മേളനം നടത്തിയപ്പോ രാമനും സീതയും ദൈവമല്ല എന്ന് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞ് മർക്കസിന്റെ മുമ്പിലെ പ്രസിൽ നിന്ന് പിന്നെ നോട്ടീസ് അടിച്ച് ബാനർ അടിച്ച് മുജാഹിദുകളെയും അമുസ്ലിങ്ങളെയും തെറ്റിക്കാനും തമ്മിൽ തല്ലിക്കാനും പോസ്റ്ററിക്ക് കാബാലികന്മാരെ അന്ന് നിങ്ങളെവിടെയായിരുന്നു? നിങ്ങളെവിടെയായിരുന്നു? ആഗോള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെവിടെയാ? ഇന്നും നിങ്ങളെവിടെയാ? അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകളെ വിളിക്കുന്നിടത്തല്ലേ? ദർഗകളിലേക്ക് വിളിക്കുന്നിടത്തേക്കല്ലേ? നിങ്ങളെവിടെയാണ്? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജീവൽ പ്രശ്നങ്ങളിൽ എന്നും മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പേര് പറയാൻ ഇതാ ഈ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന്റെ വാരാന്ത മാധ്യമത്തിൽ എഴുതി, എന്ത് നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളായി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ എന്തേ ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു നേതാവിനെ എഴുതാത്തത്? എന്തേ സമസ്തയിൽ ഒരു നേതാവിനെ എഴുതാത്തത്? സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി കാത്തു കിടന്ന 41 കോടി ഇന്ത്യൻ മനുഷ്യന്റെ അഭിമാനമായി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ പടപൊരുതിയ മഹാന്മാരായ മഹാരഥന്മാർ നയിച്ച പടപ്പാട്ടിന്റെ ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ ആർക്കവിടെ? എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അല്ലെങ്കിലും വലിയ അന്താരാഷ്ട്ര ബഡായി പറയുന്ന ആളുകളാണവരൊക്കെ. എന്നിട്ട് എന്താ ചെയ്തത്? അന്ധവിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ജനതയുണ്ടാക്കി എന്നതല്ലാതെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ സമയം വളരെ പരിമിതമാണ്. നിങ്ങൾ അറിയണം, നമുക്കെതിരെ ഇവർ മാത്രമാണോ? ആരൊക്കെയാണ് നമുക്കെതിരെ പ്രചണ്ഡമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ആലോചിച്ചു നോക്കൂ, ഇവിടെ മടവൂർ വിഭാഗം നമ്മളെ ജിന്നൂരികൾ എന്ന് വിളിക്കുന്നു. അന്ന് നമ്മൾ അവർക്ക് മറുപടി കൊടുക്കുന്നു. അന്ന് നമ്മൾ അവർക്കെതിരെ നമ്മൾ സ്റ്റേജ് കെട്ടുന്നു. KNMന്റെ പണ്ഡിതന്മാരിയ്ക്കുന്നു, KJയുടെ പണ്ഡിതന്മാരിയ്ക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള പ്രബോധകരെ കൊണ്ട് അവരിവർക്ക് മറുപടി പറയിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ജിന്നൂരികൾ എന്ന് വിളിക്കുന്നു? എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മടവൂരികളെ, നിങ്ങളുടെ ആ വിളി കൃത്യമാണ്. കേൾക്കണം, ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും
നിങ്ങൾ ശ്രദ്ധിക്കണം. മടവൂർ വിഭാഗം നമ്മളെ നിന്ദിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും, കാരണം ജിന്നിന്റെ വിഷയത്തിൽ വന്ന ബുഖാരിയിലെ ഹദീസ് നമ്മൾ തള്ളിയില്ല, നമ്മളത് സ്വീകരിച്ചു. മുസ്ലിമിലെ ഹദീസ് നമ്മൾ തള്ളിയില്ല, നമ്മളത് സ്വീകരിച്ചു. അമാനുമലിയുടെ വിശദീകരണം നമ്മൾ തള്ളിയില്ല, നമ്മളത് സ്വീകരിച്ചു. അമാനുമലിയുടെ ഇസ്ലാമിക ജീവിതത്തിലെ ആ വിശദീകരണം നമ്മൾ സ്വീകരിച്ചു, നമ്മൾ തള്ളിയില്ല. ഇന്നമാ കാന ഖൗലൽ മുഖ്ബിരീൻ, ഒരു സത്യവിശ്വാസി ആരാ? സൂറത്തുൻ നൂർ 24-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള വാചകങ്ങൾ റഫർ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിക്കുകയാണ്. അതിൽ പറയുന്നത്, ഒരു യഥാർത്ഥ സത്യവിശ്വാസി അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ധിക്കരിക്കാൻ വലത് കൈ കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചവനെ പോലെ ഞങ്ങൾക്കാകാൻ വയ്യ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖീല വമൻ നബാ യാ റസൂലല്ലാഹ് വമൻ തഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. മുത്തുനബി ഹബീബുനാ റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് ധിക്കരിക്കാൻ വയ്യ. ഞങ്ങൾ പൂർവികരായ, ഇവിടെ പറഞ്ഞുവല്ലോ, പൂർവികരായ സലഫുകൾ ഈ വിഷയങ്ങളിലെല്ലാം എന്ത് പറഞ്ഞു അല്ലേ? മഹാനായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിമാരുടെ മുഫ്തിയായി ജീവിക്കുന്ന ബറാഖിന്റെ ഫത്വ നെറ്റുകളിലൂടെ നിങ്ങൾ വായിച്ചു. മനോഹരമായ ഇസ്ലാമിക ലോകത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച്, പ്രമാണങ്ങൾ വിശ്വസിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അല്ലാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? സഹാബത്ത് വിശ്വസിച്ച കാര്യങ്ങൾ വിശ്വസിച്ചതാണോ നിങ്ങൾ ഞങ്ങളെ ജിന്നൂരികൾ എന്ന് വിളിച്ചത്? അതെ. അതുകൊണ്ട് തന്നെ അതിനെ പിന്തുടർന്നവരെല്ലാം പ്രവാചക നിഷേധത്തിന്റെ മാതൃകകളാണ്. അവരെ പിന്തുടർന്ന് നമ്മളെ വിളിച്ചു. ആര് വിളിച്ചു? മുക്കൂട്ട് മുന്നണികളിൽപ്പെട്ടവർ നമ്മളെ വിളിച്ചു ജിന്നൂരികളെന്ന്. പരിഭാവനത്വം തുളുമ്പിയ ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട ജാമിയയുടെ കോമ്പൗണ്ടുകളിൽ, അതിന്റെ സ്ഥാപനങ്ങളിൽ വെച്ച് വിളിക്കപ്പെട്ടു യുവപ്രബോധകർ നമ്മളെ ജിന്നൂരികളെന്ന്, നവകുബൂരികളെന്ന് നമ്മളെ വിളിച്ചു. നവകുബൂരികൾ എന്ന് പറഞ്ഞാൽ ഖബറാരാധന നടത്തുന്നവരെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോപണങ്ങളിലെ ഏറ്റവും വലിയ ആരോപണം ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാരിരിക്കുന്നിടത്ത്, അതുപോലെ KNM-ന്റെ മഹാ നേതാക്കന്മാരിരിക്കുന്നിടത്ത് തിരുത്തിയോ? ഇല്ല. തിരുത്തപ്പെട്ടോ? ഇല്ല. മാപ്പ് പറയണമെന്ന് പറഞ്ഞോ? ഇല്ല. കുബൂരികൾ ഇതിലുണ്ടോ? ഖബറാരാധകർ മുജാഹിദുകളിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നെഞ്ചകത്ത് വെച്ച് പറ. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ചരിത്രത്തിലെ ഒരു മഹാസംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി, കേൾക്കരുത്, പോകരുത്, കാണരുത്, ഒട്ടിക്കരുത്, നോക്കരുത്, നോട്ടീസ് എടുക്കരുത് എന്ന് പറയുന്നവരോട്, ഏത് പാലക്കാട് ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രബോധകൻ, അമുസ്ലിങ്ങൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു പ്രബോധകൻ, മുസ്ലിങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു പ്രബോധകൻ നമ്മൾ ഒട്ടിച്ച നോട്ടീസ് പരസ്യമായി കീറുകയാണ്. പേര് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ആ പ്രബോധകനെന്ന്, ആരാണ് ആ യുവപ്രബോധകനെന്ന്. നോട്ടീസ് മറ്റൊരാൾ ഒട്ടിച്ച പോസ്റ്ററുകൾ കീറുക ഏത് പാരമ്പര്യമാണ്? ഏത് സലഫികളുടെ പാരമ്പര്യമാണ്? ഏത് സംഘടനാ മര്യാദയാണ്? പരസ്യമായി ജില്ലാ സെക്രട്ടറിമാർ നോട്ടീസ് കീറുക, മണ്ഡലം പ്രസിഡന്റുമാർ നോട്ടീസ് കീറുക, അതുപോലെ യുവപ്രബോധകർ നോട്ടീസ് കീറുക. ഏതെങ്കിലും ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം, ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നതിന്റെ ഭരണഘടനയുടെ 25, 26, 27, 28 ഖണ്ഡികകൾ, ഇഷ്ടമുള്ള മതം പ്രസംഗിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, അതിന്റെ പ്രചാരകരാകാൻ ഈ ഭരണഘടന മൗലികാവകാശം നൽകി. നിരീശ്വരവാദികളുടെ ബോർഡ് കീറിയോ? നിരീശ്വരവാദികളുടെ വിശ്വാസം ശരിയാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ സമസ്ത ചെയ്യുന്ന പല വിഷയങ്ങളും തെറ്റും ശരിയും എന്ന് പറഞ്ഞ് തെറ്റാണോ ശരിയാണോ? ശരിയാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ നോട്ടീസ് കീറാത്തത്? സംഘപരിവാരങ്ങളുടെ നോട്ടീസ് എന്തുകൊണ്ടാണ് നിങ്ങൾ കീറാത്തത്? നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങളെങ്ങാനും കൃത്യമായി ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചപ്പു ചണ്ടികളെ പോലെ നിങ്ങൾ ചിലർ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ നിങ്ങളുടെ വാദമുഖങ്ങൾ ഷീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുമെന്ന പേടി, ആദർശമില്ലായ്മ, ആദർശമില്ലാത്ത ഷണ്ഡത്വം, ആദർശമില്ലാത്തവന്റെ ഷണ്ഡീകരണം മുജാഹിദ് പ്രസ്ഥാനത്തിനതില്ല. നെഞ്ചുകൂടെ പറയാൻ ഞങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും കഴിയും. വാ, സമസ്തക്കാരിപ്പോ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. എന്തൊരാവേശമാണ് സമസ്തക്കാരുടെ ആവേശം, എന്തൊരാവേശമാണ് കേട്ടോളൂ. അത്തരമൊരു വല്ലാത്ത ആവേശം സമസ്തക്കാരിലെ യുവപ്രബോധകരിലെ, ശിർക്ക് പ്രബോധനം ചെയ്യുന്നവരിലെ, അല്ലാതെ പ്രവാചക മാതൃക അനുസരിച്ചല്ല.
ബിദ്അത്തുകളിലേക്ക് ആളുകളെ നയിക്കുന്നവർ, അവർക്കിപ്പം എന്തൊരാഹ്ലാദമാണ്. ആഹ്ലാദത്തിനാരാ വഴിവെച്ചത്? സമസ്ത രൂപീകരിക്കപ്പെട്ട്, ഞാൻ പറയുന്ന വാക്ക് ബോധപൂർവം പറയും കൃത്യമായി, സമസ്ത രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സമസ്ത ഇത്ര സന്തോഷിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിലും. ഇസ്ലാമിക മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രബോധകനും അവരെ ഇത്ര സന്തോഷിപ്പിക്കുന്ന പണിയെടുത്തിട്ടില്ല. ആരാ ഇന്നവരെ സന്തോഷിപ്പിക്കുന്നത്? അറിയണം, നമ്മൾ വസ്തുതകൾ നമ്മൾ അറിയണം, വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. അതിനിടയിൽ വളരെ ഗൗരവമായ ഒരു പോയിന്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കാമെന്ന് ഞാൻ പറഞ്ഞു. 60-ാമത്തെ വയസ്സിന് ശേഷം മഹാനായ ഇമാം ബുഖാരി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നേരിട്ട അതേ പരീക്ഷണം, ആരോപണം. എന്താണ് ആരോപണം? അതായത് ഇമാം ബുഖാരി ഖുർആൻ സൃഷ്ടിയാകുന്നു എന്ന വാദക്കാരനാണ്. അള്ളാഹുവിന്റെ കലാമാണ് എന്ന വാദമല്ല ഇമാം ബുഖാരിക്കുള്ളത്. യുവാക്കളെ, സഹോദരങ്ങളെ, മുജാഹിദുകളെ, ഇതര മുസ്ലിം സംഘടനകളെ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ള ചരിത്രമിതാ. ഇത് മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിക്ക് 82 വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയില് അദ്ദേഹം രേഖപ്പെടുത്തിയ ചരിത്രമാണ്. 60 വയസ്സുകൾക്ക് ശേഷം ഇമാം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹം പോകുകയാണ്. നൈസാബൂർ എന്ന് പറയുന്ന പ്രദേശം ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ആ നൈസാബൂരിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പോവുകയാണ്. ഇമാം ബുഖാരി അറിയാത്തവരുണ്ടോ? ഇമാം ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ നിഷേധികളുണ്ട്. ആ നിഷേധികൾക്ക് വേദി ഒരുക്കി കൊടുത്തവർ, ആ നിഷേധികൾക്ക് ഈ അടുത്ത കാലം വരെ രൂക്ഷ വിമർശനങ്ങൾ വന്ന് ആളുകൾ നേരിട്ട് നീതിബോധം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ മിമ്പറിൽ നിന്ന് നിഷ്കാസിതമായവർ ഇവിടെയുണ്ട്. ഇമാം ബുഖാരിയെ മുസ്ലിം ലോകത്ത് പരലോകത്ത് പ്രതീക്ഷിക്കുന്നവർ നിഷേധിച്ചിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. സഹീഹ് ബുഖാരി തള്ളിക്കളഞ്ഞിട്ടില്ല. ആ ഇമാം ബുഖാരിയെ അദ്ദേഹം നൈസാബൂരിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾ ഒരു കാര്യം അറിയണം. മുഹമ്മദ് ഇബ്നു യഹിയ അദ്ദുഹ്ലി എന്ന് പറയുന്ന വളരെ പ്രഗൽഭനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ഏറ്റവും അത്ഭുതകരം എന്താണെന്നറിയുമോ? മുഹമ്മദ് ഇബ്നു യഹിയ അദ്ദുഹ്ലി എന്ന് പറയുന്ന ഈ പണ്ഡിതനിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അമർകൾ ഇമാം ബുഖാരി. ചരിത്രം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വൈകാരികമായി തന്നെ ഇത് മനസ്സിലാക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ഇബ്നു യഹിയ അദ്ദുഹ്ലി എന്ന് പറയുന്ന മഹാപണ്ഡിതനിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണ്. എന്നാൽ ചരിത്രത്തിൽ മനുഷ്യരെ പലതും പല കാലങ്ങളിലും സംഭവിക്കും. പലതും പല കാലങ്ങളിലും നല്ലവരാണെങ്കിലും അവരിലും ഉണ്ടാകും ചില പൈശാചിക പ്രേരണകളും പൈശാചിക പ്രവർത്തനങ്ങളും. അങ്ങനെ നൈസാബൂരിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വരികയാണ്. ചുരുക്കി പറയാൻ, ദീർഘമായ കഥയുടെ ബ്രീഫായ ഒരു എക്സ്പ്ലെയിൻ, വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് പറയുന്നത്. അദ്ദേഹം നൈസാബൂരിലെത്തി. അവിടെ എത്തിയപ്പോ, അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കീർത്തി അത് വളരെ വലുതായി. ഇമാം ബുഖാരി മഹാപണ്ഡിതനാണ്, കേൾക്കേണ്ടതാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം, പോകണം എന്ന പ്രചരണം ആര് നടത്തി? ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഇബ്നു യഹിയ തന്നെ നടത്തി. അദ്ദേഹം ഈ ബുഖാരിയുടെ മേന്മയൊക്കെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കേൾക്കണോ? ആളുകൾ കൂടി, വൻ ജനാവലി കൂടി ഇമാം ബുഖാരിയുടെ മഹത്വം അന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദ് ഇബ്നു യഹിയ അദ്ദുഹ്ലി പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരിക്കലും ഇമാം ബുഖാരിക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട്. എന്താ വാദം? അദ്ദേഹത്തിന് ഖുർആൻ അള്ളാന്റെ സിട്ടിയാണ് എന്ന് വാദമുണ്ട്. പക്ഷെ നിങ്ങളാരും ചോദിക്കരുത് എന്ന് പറഞ്ഞ് അതിനെ മൂടി വെച്ചു. നിങ്ങൾക്കറിയുമോ, ഇമാം ബുഖാരിക്ക് ആള് കൂടി വന്നു. അദ്ദേഹത്തിന്റെ ദർസുകളിൽ ഒരുപാട് ആളുകളുടെ ആധിക്യമുണ്ടായി. അങ്ങനെ പിശാച് ഈ പറഞ്ഞ മുഹമ്മദ് ഇബ്നു യഹിയ അദ്ദുഹ്ലിയുടെ മനസ്സിൽ ബുഖാരിയോട് അസൂയ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രം നിങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിന് ഈ ചരിത്രവുമായി ബന്ധമുണ്ട്, പാഠമുണ്ട് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇമാം ബുഖാരി ആരാ? മഹാനല്ലേ? ഇമാം ബുഖാരിയെ ലോകം വിട്ടിട്ടില്ല. ഇമാം ബുഖാരിയെ പണ്ഡിതന്മാർ
അമീർമാരിൽ പോലും പലർക്കും അസൂയ ഉണ്ടായി. നമ്മൾ അവരെയൊക്കെ ബഹുമാനത്തോടെ ഓർക്കുന്നു. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ അസൂയ തോന്നി. അങ്ങനെ സദസ്സിൽ നിന്ന് ആരോ ഒരാള് കിട്ടിയ സമയത്ത് ചോദിച്ചു, അങ്ങുന്നിന് ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദമുണ്ടോ? ഇമാം ബുഖാരി കേട്ടതായി നടിച്ചില്ല. വീണ്ടും ചോദിച്ചു, സൃഷ്ടിയാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഇമാം ബുഖാരി കേട്ടതായി നടിച്ചില്ല. വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആൻ സൃഷ്ടിയാണെന്ന വാദമുണ്ടോ? ഇമാം ബുഖാരി പറഞ്ഞു. അദ്ദേഹം ആ ചോദ്യത്തിന് 3 തവണ ചോദിച്ചപ്പോൾ മഹാനവർകൾ മറുപടി പറഞ്ഞു, എന്താണ്? വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അത് സൃഷ്ടിയുമാണ് എന്ന്. ഈ ഒരു പരാമർശത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിന്നീട്. നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ ഒരു പുഴക്കര ജിന്നുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവിടെ നടക്കണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ശരിക്ക് പറയാൻ, എന്താണ് ഇമാം ബുഖാരിയുടെ വാക്ക്? വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിയാണ്. അതിനെ കോട്ടിമാട്ടി ആര്? ഇമാം ബുഖാരി ഹദീസ് സ്വീകരിച്ച പ്രഗൽഭനായ പണ്ഡിതൻ. കേൾക്കണം നിങ്ങൾ, അല്ല നിസാരക്കാരൊന്നുമില്ല. നമ്മൾ ചോദിക്കല്ലോ, ഓരൊക്കെ നിസാരക്കാരാ? ജമിയത്തുൽ ഉലമ മോശ, KNMന്റെ പണ്ഡിതന്മാര് മോശ അല്ല. നിങ്ങൾ നോക്ക്, മുഹമ്മദ് ഇബ്നു യഹ്യ അദ്ദുഹ്ലി മോശ അല്ല. പിന്നെ എന്തുണ്ടായത്? ഇമാം ബുഖാരിയുടെ ഈ വാചകത്തെ കോട്ടിമാറ്റാം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിയാണ് എന്നതിന് പകരം വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ഇമാം ബുഖാരി പറയുന്നു എന്ന് ഇദ്ദേഹം പ്രചരിപ്പിച്ചു. വലിയ വിഷമമുണ്ടാക്കി ഇമാം ബുഖാരി. മിക്ക സദസ്സുകളിലും അദ്ദേഹം ആളുകളോട് ഇത് പറഞ്ഞു. പക്ഷെ പിന്നീട് എന്തുണ്ടായി? ഇതൊരു അഖീദയുടെ വിഷയമാണ്, ഇതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ്. അതിൽ ബുഖാരി ഇമാം പിഴച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സദസ്സിൽ പോകരുത്. നമുക്ക് കിട്ടിയ സർക്കുലറിലെ അതുപോലെ ആ സർക്കുലർ നമ്പർ 1 അത് ചരിത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന നിസാരമായ ഒരു പ്രശ്നമല്ല ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ ആധുനിക സർക്കുലർ, തത്തുല്യമായ ഒരു സർക്കുലർ. എന്താ സർക്കുലർ?